ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ആ കാലത്ത് തന്നെ എനിക്ക് അരി അടപ്പത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചായ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, എന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ അത് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ കുടിക്കാനായിട്ട്. അത് കഴിഞ്ഞതാ നമുക്ക് കാലത്ത് കുടിക്കാൻ വേണ്ടി, നമുക്കല്ല എനിക്ക് കാലത്ത് കുടിക്കാൻ വേണ്ടി പാലവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൊള്ളിക്കറിയാണ് കേട്ടോ. കൊള്ളി നല്ല വേവണ കൊള്ളി കിട്ടിയപ്പോൾ ഞങ്ങൾ കൊള്ളിപ്പേര് ഉണ്ടാക്കി. പിന്നെ കറിക്ക് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇത് അമ്മ എനിക്ക് മുരിങ്ങയില കൊണ്ട് തന്നതാണ് കേട്ടോ ഉപ്പേരി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ പിന്നെ എന്താ കാലത്തത്തെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. പിന്നെ എന്താ നേരമൊക്കെ കുറച്ച് വെളുത്തു കേട്ടോ. ഞാൻ നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 6:30 ടൈമിലാണ് എണിക്കാറ് കേട്ടോ. അതിൽ നേരത്തെ എണിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം അമ്മയ്ക്ക് 8 മണിയാകുമ്പോഴേക്കും ജോലിക്ക് പോകുന്നുണ്ടോ. അപ്പോഴേക്കും എങ്ങനെ പോയാലും അമ്മപ്പ അരി, അതായത് ചോറ് വയ്ക്കുകയാണെങ്കിൽ ഞാൻ കറി വയ്ക്കും, അല്ലെങ്കിൽ അമ്മ കറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെ പോയാലും ജോലി കഴിയും. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഈ ഇടയായിട്ട്. കാരണം ഞാൻ ഒരു ജലദോഷം പിടിച്ചതാണ്, ആകെ തവിട് പൊടിയായി. അപ്പം ഞാൻ എനിക്ക് വെച്ച ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ പറഞ്ഞല്ലോ ജലദോഷമുണ്ട്, പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ. അപ്പോൾ കണ്ടിട്ട് എനിക്ക് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ ഇങ്ങനെ കുമ്പിട്ടിരുന്നിട്ട് പാത്രം മുറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് കാല് വേദന ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ മിക്സി ജാറിലിട്ട് അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല സിമ്പിളായിട്ട്, അതായത് പെട്ടെന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും നമുക്ക് അങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ കയ്യിലിട്ട് ഇളക്കി കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എളുപ്പമാണെങ്കിൽ മിക്സി ജാറിലിട്ട് അടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾ ആരും എണീറ്റിട്ടില്ല. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും എണീറ്റ് വരുള്ളൂ. അപ്പോൾ പൊന്നൂസ് വന്ന വശം ചോദിക്കുക ചായയാണ്. അപ്പോൾ കാലത്ത് എൻ്റെ വശം ചായയാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുക. അവൾക്ക് കട്ടൻ ചായ കൊടുത്താൽ അവളിപ്പോൾ കുടിക്കില്ല. അവൾക്ക് പാൽ ചായ തന്നെ കിട്ടണം എന്നൊരു നിർബന്ധമാണ്, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ ചായ ഫസ്റ്റ് ഉണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സന്ത് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ പരിപാടികൾ നോക്കണം. അപ്പോൾ ഏട്ടൻ വീട്ടിലുള്ളപ്പോൾ ഏട്ടൻ എന്താ പറയുക എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് അവനും സന്തുമായില്ല അത് കേട്ടോ. കറിക്കൊക്കെ ആണെങ്കിൽ അരിഞ്ഞു തരാനൊക്കെ കൂടും. അപ്പം അതൊരു ഓയിൽ ഞാൻ കുപ്പിയിലാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അതൊന്ന് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ വേറൊരു വലിയ കുപ്പിയിലാണ് ആക്കി വെച്ചേക്കണം. അപ്പോൾ അങ്ങനെ ആവശ്യത്തിനെടുത്ത് ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എന്താ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് അവിടെ കമത്തി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇത് വേറൊരു കുപ്പിയിലാക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുഞ്ഞു കുപ്പിയിലാക്കി വെക്കും. കൂടുതലുണ്ടാക്കിയിട്ട് വേറെ വലിയ കുപ്പിയിലാക്കി വയ്ക്കും. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണം എനിക്ക് പേടിയാണ്, അവരങ്ങനെ തട്ടിക്കളഞ്ഞാലോ. എന്നിട്ട് ഞാൻ വേറെ ഒരു ചെറിയ കുപ്പിയിലും കൂടി ആക്കി വയ്ക്കും. തൽക്കാലം നമുക്കിതുപോലെ ഒരു ബോട്ടിലേക്കൊക്കെ പകർത്തണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്കത് ആക്കി തന്നു കേട്ടോ. ഒരു ബോട്ടിൽ ഞാനാക്കി, ഒരു ബോട്ടിൽ ഏട്ടനാക്കി. കാരണം ഞാൻ ഫസ്റ്റ് ആക്കിയപ്പോൾ കുറച്ച് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ദോശ ചട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഏട്ടന് ഒരു കൂപ്പൺ എടുത്തിട്ട് എന്താ പറയുക ഗിഫ്റ്റ് കിട്ടിയ ദോശ ചട്ടിയാണ് കേട്ടോ. നല്ല വലിയ ദോശ ചട്ടിയാണ് കേട്ടോ. മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാകത്തിനുള്ള ദോശ ചട്ടിയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. എനിക്കും അതെ കേട്ടോ. പിന്നെ കാലത്ത് നിന്നിപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നേരം വെളുത്തപ്പോൾ ഒട്ടും വയ്യായിരുന്നു. കാരണം എന്താ പറയുക ഛർദിയൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ദോശ ഉണ്ടാക്കാം, അതാകുമ്പോൾ വേഗം പണി തീരുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ദോശ ഉണ്ടാക്കുകയാണ്. ദോശ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും കുത്തിയിരുന്ന് ഉണ്ടാക്കണം, അതൊരു പണി തന്നെയാണ്. കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് നേരം നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അതായത് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും കാലുവേദന അങ്ങോട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ സ്വത്തൂട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ആ സ്വത്തോട്ട് എനിക്കൊരു സ്റ്റൂൾ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അമ്മ കാല് കയറ്റി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. കാരണം അവന് വൈകുന്നേരത്ത് എൻ്റെ കാല് ഒഴിഞ്ഞ് തരലാണ് പണി. കാരണം കാല് നല്ല വേദന കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അതായത് നമ്മൾ ഈ പകൽ ഇങ്ങനെ പണി ചെയ്ത് നടന്നിട്ട് പിന്നെ രാത്രി കിടക്കാൻ നേരമാകുമ്പോൾ കാല് ഇണക്കാൻ പറ്റില്ല, നല്ല വേദനയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശയ്ക്ക്
ദോശയ്ക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല രാത്രി വെച്ച് കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അതിൽ ചാറ് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ വറുത്തരച്ചിട്ട് ചാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ വറുത്തരയ്ക്കാൻ കേട്ടോ. അപ്പം ഞാൻ പിന്നെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നിർത്താണ്ട് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം ജലദോഷം ആയ കാരണം അങ്ങനെ ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി സവാളയൊന്നും വഴറ്റി രണ്ടാമത് ചാറാക്കാൻ വയ്യാത്ത കാരണം ഞാൻ എളുപ്പപ്പണി ചെയ്യുന്നതാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല തിക്കായിട്ടുള്ള നമുക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ നമുക്ക് ദോശയ്ക്ക് ചാറായില്ല, പിന്നെ വേറെ പ്രത്യേകിച്ച് ചട്നിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നല്ല കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചില്ല പെയ്യുന്നു, പിന്നെ അവിടെ നല്ല മഴ തുടങ്ങി, ആകെ ഇരുട്ട് മൂടി കേട്ടോ. ഇപ്പോൾ സ്വത്തുടനെ എന്തോ വരയ്ക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ കടലാസ് ബോർഡൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട്. അവൻ ഞാൻ റൂമിൽ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പാറ അവിടെ നിന്ന് എഴുതുകയാണ്, പൊന്നൂസ് അവിടെ ടോർച്ചടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കണ്ണ് തെറ്റി കഴിഞ്ഞ് ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയില്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഒപ്പിക്കും കേട്ടോ റൂമിൽ. ചിലപ്പോൾ എൻ്റെ കൺമഷി എടുത്തിട്ട് ചിലപ്പോൾ അവിടെയൊക്കെ തേച്ച് വയ്ക്കും, അല്ലെങ്കിൽ ഐലൈനർ കാണാണ്ടാവില്ല, അതുപോലെ ശിങ്കാറില്ല, അതൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും തേക്കി വയ്ക്കുക, അല്ലെങ്കിൽ ബെഡിലൊക്കെ ആക്കൂട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും പണിയുടെ ഇടയിൽ ഇവരെന്താ ചെയ്യണേന്ന്, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം പാറും പൊന്നും കൂടി ഒത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും നല്ല പണി തരും നമുക്ക്. അപ്പോൾ ഇതാ എന്താ പറയുക, എങ്ങനെയുള്ള പണി കഴിഞ്ഞ് ഞാൻ കാലത്ത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എൻ്റെ വന്ന് കുറച്ച് നേരം കെടുക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം, എന്താ പറയുക, ഭയങ്കര ടയേർഡാവും ഞാൻ. അപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഇതാ കണ്ടോ, സൂപ്പർ മഴയാണ് കേട്ടോ. നല്ല തണവാണ് വെള്ളത്തിന്. കയ്യിലാക്കുമ്പോഴേക്കും എൻ്റെ പൊന്നെ എന്താ പറയുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം പോലെ നല്ല തണവ് കേട്ടോ. നേരം വെളുക്കുമ്പോഴേക്കും മഴ എന്ന് പറയുമ്പോൾ ഈ മഴയത്ത് ചായ കുടിച്ചിരിക്കാൻ സൂപ്പറാണ്. അവതപ്പം ആറും വന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റ് സ്വത്തോട്ടിൻ്റെ അടുത്തേക്ക് റൂമിൽ നിന്ന്. അത് കഴിഞ്ഞതാ ഞാൻ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു. അപ്പോൾ ഫോണിൽ കാണുമ്പോൾ വേറൊരു ജാതി കളറാണ് തോന്നണത് കറിക്ക്. നല്ല റെഡ് കളറാണ് കേട്ടോ. ഈ ഫോണിൻ്റെ ലൈറ്റ് അതായത് ഫ്ലാഷ് അടിച്ച് കാരണമാണോ എന്താണെന്നറിയില്ല, ഒരു മഞ്ഞ കളറാണ് ഇതിൽ കാണുമ്പോൾ തോന്നണത്. അപ്പോൾ അങ്ങനെ കൂട്ടാനൊക്കെ തിളച്ചു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാലത്ത് തന്നെ കൊള്ളിയാണ് കേട്ടോ, ഇത് നമ്മൾ ഇന്നലെ രാത്രി വെച്ചതാണ്. അപ്പോൾ രാത്രി കുറച്ച് നേരം വൈകിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കേടായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൊള്ളിയും ചിക്കൻ്റെ ചാറും കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് കൊള്ളി ചക്ക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ സമയമായി കാരണം ഗ്യാസ് കയറുന്നൊക്കെ ആൾക്കാർ പറയും, എന്നാലും ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ച് കഴിക്കും കേട്ടോ. കാരണം നമ്മുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ടതാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എല്ലാം പാകത്തിന് കഴിക്കും. അപ്പോൾ അതാ കൊള്ളിയും ചിക്കൻ ചാറും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ് പുറത്ത്, നല്ല രസമാണ് കേട്ടോ ഈ മഴയൊക്കെ നോക്കിയിരുന്ന് കഴിക്കാനായിട്ട്. അപ്പം നല്ല ചൂട് പറക്കുന്ന കൊള്ളി ചൂട് പറക്കുന്നുണ്ട്, ചിക്കൻ ചാറ് ചൂട് പറക്കുന്നുണ്ട്. പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണം, പിള്ളേരെ സ്കൂളിലേക്ക് വിടാനുള്ളതാണ്. അപ്പോൾ അവരെ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം. അവർ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അവർ ചായ കുടിക്കണമെങ്കിൽ പറഞ്ഞ പോലെ കുറേ നേരം ഉള്ളിട്ടാളണമെന്ന് ഭക്ഷണം കഴിക്കുക, അതുപോലെ കുളിപ്പിക്കണമെങ്കിലും ഒക്കെ ഇതിനും ടൈം എടുക്കും കേട്ടോ. പിന്നെ ഏട്ടൻ വീട്ടിലുള്ളപ്പോൾ ഏട്ടൻ കുളിപ്പിച്ചൊക്കെ തരും അവരെന്നെ. അപ്പോൾ ഒന്ന് യാത്രയാക്കി വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ പിള്ളേരിനെയൊക്കെ കണ്ടിട്ട് കുളിപ്പിച്ച് തന്നു. അപ്പോൾ ഞാൻ അവരെന്നെ യാത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് യൂണിഫോമിൻ്റെ തുണി ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് യൂണിഫോം എല്ലാം ഇപ്പോൾ ഇട്ടിട്ട് പോകണേ, അത് തയ്പ്പിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പൊന്നികൾ പോണത്. അപ്പോൾ അതാ പൊന്നൂസിൻ്റെയും കുടി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊന്നൂസിന് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, എന്നാലും അവർ കുളിക്കുമ്പോൾ അവൾക്കും അപ്പം തന്നെ യാത്രയാവണം കേട്ടോ. അപ്പോൾ ഇതാ ഇനി പാറൂസിൻ്റെ ഡ്രസ്സ് മാറൽ കഴിഞ്ഞു, ഇനി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അതുപോലെ സ്വത്തൂട്ടൻ്റെ കുളി കഴിഞ്ഞില്ല, സ്വത്തൂട്ട് ഇപ്പോൾ വരും. അപ്പോൾ അവരേനെ യാത്രയാക്കണമെങ്കിൽ നിസ്സാര പണിയല്ല. സ്കൂളിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട, ഞാൻ ഉണ്ടാക്കില്ല, വയ്യ. അച്ഛൻ ഉണ്ടാക്കി തരില്ല, അച്ഛൻ ഉണ്ടാക്കി തരില്ല. എങ്ങനെ പോവാ അപ്പോ? വേണ്ടിയില്ലോ, അച്ഛൻ ഉണ്ടാക്കി തരുവാ. ചേട്ടനെ ചേച്ചിക്ക് അറ്റ കൊടുക്കുക. അപ്പോൾ അങ്ങനെ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂസിൻ്റെ മുടി കെട്ടിയിട്ടില്ല കേട്ടോ. പൊന്നൂസിനെ ഇനി ഇവർ പോയി ഇവരെന്നെ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോഴാണ് കണ്ടിട്ട് കൊണ്ടാക്കുക. അപ്പോൾ അവർ പോകാൻ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഉമ്മ കൊടുക്കാൻ കേട്ടോ. എന്താ പറയുക, കാലത്ത് ഒരു വെപ്രാളം കഴിഞ്ഞാലും എന്താ പറയുക, ഒരു വെപ്രാളമാണ് പിള്ളേരൊക്കെ പോകുമ്പോഴേക്കും. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ വീട്ടിലാരും ഉണ്ടാവില്ല, ഭയങ്കര ഒറ്റപ്പെടലാണ് കേട്ടോ. കാരണം ഇപ്പോൾ പൊന്നൂസും കൂടിയും പോവില്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ വീട്ടിൽ. അപ്പം മഴയുണ്ട് കേട്ടോ, ചെറിയ മഴച്ചാറിലുണ്ട്. അപ്പോൾ അത് അവർ പോയി. അപ്പം ഇനി പൊന്നൂസ് മുടി കെട്ടാനായിട്ട്
പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊന്നൂസിന് ഇപ്പോൾ കണ്ണേട്ടൻ കൊണ്ടാക്കി വന്നു. അപ്പം ഞാൻ പൊന്നൂസിനെ അങ്ങോട്ട് ആക്കാൻ പോവാണ് കേട്ടോ. പൊന്നൂസിനെ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അംഗൻവാടിയിലേക്കൊക്കെ പോകാനായിട്ട്. നടന്നോ നടന്നോ നിന്നേ നടക്ക. ഓക്കെ, നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാട്ടോ, കുറുമ്പാട്ടരുതേ. അമ്മയ്ക്ക് വൈകിട്ട് വരുമ്പോൾ പാപ്പ് വാങ്ങിയിട്ടുണ്ടെന്നോളോ. കോട കേടാക്കരുതിട്ട് കണ്ണട ടീച്ചറോട് മോളിക്ക് എടുത്തേക്കാൻ പറഞ്ഞോളോ. അങ്ങനെ പൊന്നൂസും അംഗൻവാടിയിൽ പോയി. കണ്ണേട്ടൻ സുത്തൂനും പാറൂനും ആക്കി വരുമ്പോഴാണ് കേട്ടോ പൊന്നൂനെ കൊണ്ടാക്കാൻ പോവുക. അപ്പോൾ അപ്പുറത്തോടെ വണ്ടി കയറ്റാൻ പറ്റും, എന്നാലും ഇതിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ അപ്പുറത്തോടെ കയറ്റി വേണ്ടല്ലോ. അപ്പോൾ അതാണ് എന്നും ഈ ഒരു കയറ്റം കയറി ചെല്ലുമ്പോഴേക്കും ഞാൻ കിതച്ചിട്ട് വയ്യാണ്ടോ. മഴച്ചാറിൽ ഓക്കെ, നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാട്ടോ, കുറുമ്പാട്ടരുതേ. അമ്മയ്ക്ക് വൈകിട്ട് വരുമ്പോൾ പാപ്പ് വാങ്ങിയിട്ടുണ്ടെന്നോളോ. കോട കേടാക്കരുതിട്ട് കണ്ണട ടീച്ചറോട് മോളിക്ക് എടുത്തേക്കാൻ പറഞ്ഞോളോ. അങ്ങനെ പൊന്നൂസും അംഗൻവാടിയിൽ പോയി. കണ്ണേട്ടൻ സുത്തൂനും പാറൂനും ആക്കി വരുമ്പോഴാണ് കേട്ടോ പൊന്നൂനെ കൊണ്ടാക്കാൻ പോവുക. അപ്പോൾ അപ്പുറത്തോടെ വണ്ടി കയറ്റാൻ പറ്റും, എന്നാലും ഇതിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ അപ്പുറത്തോടെ കയറ്റി വേണ്ടല്ലോ. അപ്പോൾ അതാണ് എന്നും ഈ ഒരു കയറ്റം കയറി ചെല്ലുമ്പോഴേക്കും ഞാൻ കിതച്ചിട്ട് വയ്യാണ്ടോ. മഴച്ചാറിൽ അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി. അപ്പോൾ അടുക്കളയത്തെ പണികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം. ഇനി അപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അടുക്കളയിൽ. ഇത് ഇന്നലത്തെ മോര് കറിയാണ് കേട്ടോ, അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഇത്ര മതി, ഇന്ന് ഉച്ച വരയ്ക്കുള്ളതുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് കറി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം പോയി കിടക്കും കേട്ടോ. ഇനി കുറച്ച് പാൽ കുടിച്ചിട്ട് കുറച്ച് നേരം പോയി കിടക്കും, എന്നിട്ട് എണീറ്റിട്ടുള്ളൂ. പിന്നെ ഇനി കുളിയും ജപമൊക്കെ കേട്ടോ. കാരണം കാലത്ത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ് എണീറ്റിട്ടേ കുളിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ റൂമിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ പാൽ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും മധുരമുള്ള ലൈറ്റായിട്ട് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ പാൽപ്പായസം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പായസം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് മധുരമൊന്നുമല്ല, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കണ്ണേണ്ണ തന്നെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ വന്നപ്പോൾ ഏട്ടൻ ഫോണിൽ അമ്മയുടെ പഴയ വീഡിയോസും അതുപോലെ കണ്ണേൻ്റെ വീഡിയോസൊക്കെ ടി വിയിൽ കാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.